ഏറ്റവും നവീനമായ നമ്മുടെ ഒരു ആശയ വിനിമയോപാധിയാണ്. പണ്ട് നമ്മുടെ ഒരു ആത്മാവിഷ്കാരം, അത് കഥയാകട്ടെ, അല്ലെങ്കിൽ കവിതയാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പുകളാകട്ടെ, നമുക്ക് പ്രസിദ്ധീകരിക്കാൻ അധികം പോംവഴികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങളൊരു കവിത എഴുതുന്നു, നിങ്ങളുടെ കവിത ഒരൊറ്റ നിമിഷം കൊണ്ട് അനേക ലക്ഷം ആളുകളുടെ അടുക്കിലേക്ക് എത്തുന്നു. അത് കുറെ അധികം വായിക്കപ്പെടുന്നുണ്ട്. മികച്ചവയാണെങ്കിൽ വലുതായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഇവിടെ ജോയി ചൂണ്ടിക്കാണിച്ചതുപോലെ റാം കെയർ ഓഫ് ആനന്ദി, അതിന്റെ കോപ്പി പുസ്തക രൂപത്തിൽ വന്നിട്ടുള്ള അനേക ലക്ഷം കോപ്പികൾ, ഏതാണ്ട് 2.5 ലക്ഷം കോപ്പികൾ ഇതിനൊക്കെ വിറ്റഴിഞ്ഞിട്ടുണ്ട്. അത് സാധ്യമായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം വഴിയാണ്. മികച്ച കവർ അതിന്റെ ഉള്ളടച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതിന് കിട്ടിയ സ്വീകാര്യതയുടെ പ്രധാന പങ്ക് സാമൂഹിക മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. അത്രമാത്രം പോപ്പുലറായി അഖിലിന്റെ പുസ്തകം ധാരാളമായി ഉദ്ധരിക്കപ്പെട്ടു. ഇതുപോലെ തന്നെ നിങ്ങളുടെ സൃഷ്ടികൾ നിങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം, എത്തിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം സാമൂഹിക മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പ്രദായിക മാധ്യമങ്ങളുണ്ട്, സാമൂഹിക മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് നവമാധ്യമങ്ങൾ എന്നാണ്. നവമാധ്യമമാണ് ഏറ്റവും പുതിയ മാധ്യമമാണ്. പണ്ട് കാലത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പണ്ട് കാലത്ത് ആദ്യം ഈ വാർത്ത വിനിമയം ചെയ്യാൻ, ഒരു വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഹീറോകളാണ് ഉണ്ടായിരുന്നത്, എഴുത്താണികൾ. അതിൽ നിന്ന് സാങ്കേതിക സൗകര്യം പുരോഗമിച്ചു, പത്രങ്ങൾ വന്നു, അച്ചടി വന്നു. പത്രങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് വൃത്താന്തങ്ങളൊക്കെ വായിക്കാൻ കഴിയും, വായിക്കാൻ സൗകര്യമാണ്. കുറച്ച് കഴിയുമ്പോ റേഡിയോ വന്നു. റേഡിയോ വന്നപ്പോ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും വാർത്തകളൊക്കെ. പിന്നീട് ടെലിവിഷൻ ചാനലുകളുടെ കാലമായി. ഒരേ സമയം വായിക്കാനും കേൾക്കാനും കാണാനുമുള്ള സൗകര്യം ഉണ്ടായി. നവമാധ്യമങ്ങളുടെ കാലത്തെത്തുമ്പോൾ നിങ്ങൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളാകട്ടെ, നിങ്ങളുടെ ആത്മാവിഷ്കാരങ്ങളാകട്ടെ, ഇതൊക്കെ വായിക്കുന്നു, ഉടൻ തന്നെ പ്രതികരണവും ലഭ്യമാകും. ഇത് നിങ്ങൾക്ക് ഈ തലമുറയിലെ ആളുകൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സൗഭാഗ്യമാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കുറിക്കാത്ത ആളുകളില്ല. ഒന്നുമില്ലെങ്കിലും ഒരു നമസ്കാരമെങ്കിലും പറയും സമൂഹ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. നിങ്ങളുടെ ഉറ്റവരോട് നിങ്ങൾ സംവദിക്കുന്നു, നിങ്ങൾ കാണാത്ത അനേക ലക്ഷം ആളുകളോട് നിങ്ങൾ സംവദിക്കുന്നു, നിങ്ങൾ അറിയാത്ത ആളുകളിലേക്ക് നിങ്ങളുടെ ആവിഷ്കാരങ്ങൾ എത്തുന്നു. നിങ്ങൾ ഒരു പ്രസാധകൻ കൂടിയായി മാറുന്നു. പ്രസാധകൻ എന്നോ ഇവിടെ ഷഹനാസിരിക്കുന്നതുകൊണ്ട് പ്രസാധകയെന്നോ ആയി മാറുന്നു. എളുപ്പമാണ്.
പണ്ടത്തെ പോലെയല്ല. പണ്ട് ഞാനൊക്കെ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അത് അച്ചടിച്ച് കിട്ടാൻ പെടുന്ന പാട് ചില്ലറയായിരുന്നില്ല. ഇന്ന് അതല്ല. ഇന്നൊരു കഥ, സാമാന്യം നല്ലൊരു കഥ എഴുതി കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിലോ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ ഒക്കെ അത് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വ്യാപകമായി ആളുകൾ വായിക്കുന്നുണ്ട്. ചിലപ്പോ നല്ല മുട്ടൻ തെളിയും കിട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ആളല്ലെങ്കിൽ പോലും എന്നാലും നമുക്കൊരു രാഷ്ട്രീയം വേണമല്ലോ, നമ്മളൊരു സാമൂഹിക ജീവിയല്ലേ. ആ നിലക്ക് ഞാനൊരു ചെറിയൊരു പോസ്റ്റ് ഇട്ടു. കേന്ദ്രത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന കാലമായതുകൊണ്ട് ഇതാ പിന്നാലെ വരുന്നു പരനാരിയായ താൻ ലൈക്ക് കിട്ടാൻ വേണ്ടി തോന്നിയതുപോലെ എഴുതരുത്. ഞാൻ എങ്ങനെയാണ് ഈ പരനാരിയായതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു വശം കൂടി ഈ സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ രാജശ്രീയുടെ നോവൽ എന്നെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞെടുത്തോളം ഫേസ്ബുക്കിൽ വന്ന ഖണ്ഡശ വന്ന അധ്യായങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ്. അത് പിന്നീട് പുസ്തകമായപ്പോ എത്രയോ കോപ്പികൾ വിറ്റഴിഞ്ഞു. വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. ധാരാളം പുരസ്കാരങ്ങൾ അതിന് ലഭിച്ചു. അപ്പൊ നിങ്ങൾക്കുമാകാം, കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കുമാകാം. സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളുകളൊക്കെ ഞാൻ പറയുക എഴുതണമെന്നാണ്. നിങ്ങൾ അതിന്റെ സൗന്ദര്യവും അതിന്റെ ആഖ്യാന തന്ത്രങ്ങളും അതിന്റെ വേണമെങ്കിൽ എന്താണ് വ്യാകരണങ്ങളും ഒന്നും നോക്കേണ്ടത് കാര്യമില്ല. നിങ്ങൾ എഴുതണം. അത് ആൾക്കാർ വായിക്കാൻ പാകത്തിൽ ഇന്ന് ഈ ലോകം നിങ്ങൾക്കായി ഒരു പ്രസാധക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക, ആ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തുക, വേണ്ട തരത്തിൽ അത് ഉപയോഗപ്പെടുത്തുക. പിന്നെയുള്ളത്, ശരിയും എന്നോട് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഊന്നൽ നൽകേണ്ട ഒരു കാര്യം, ഒരു വിധത്തിൽ എഴുതി തെളിഞ്ഞ ആളുകളൊക്കെ നടിയന്മാരായി മാറി എന്നത് കാണാതിരുന്നുകൂടാ എന്ന് സൂചിപ്പിക്കുന്നുണ്ടായി. അത് തീർച്ചയായും അത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. കാരണം ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ഇടപഴകുന്നതിന് അനുസൃതമായി എന്റെ സർഗക്രിയയും എന്റെ സർഗശേഷിയും കുറഞ്ഞു വരുന്നോ എന്ന് സംശയം എനിക്ക് തന്നെയുണ്ട്. കാരണം നിരന്തരമായി ഇതിങ്ങനെ നമ്മളിതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറൊരു വാക്കാണ് എന്റെ മനസ്സിൽ വന്നത്, പക്ഷെ അത് കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് ആശാസ്യമാണോ എന്നതാണ് ഒരു കാര്യം. ഈ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് നല്ല സൃഷ്ടികളും നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും. നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് സാധിക്കും. NS മാധവൻ ഒരിക്കൽ ചൂണ്ടിക്കാണിക്കേണ്ടത്, അദ്ദേഹം ഈ കഥകളുടെ ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ സിഗരറ്റ് കൂടിന് പുറത്ത് എഴുതുന്നത്, എന്നിട്ട് പിന്നെയാണ് അതിനെ വികസിപ്പിക്കുന്നത്, ഒരു കഥയാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഹിസ്കിറ്റ ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ചെറിയ ചെറിയ കുറിപ്പുകൾ ഇത് നമുക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്. ഇതിന്റെ സാങ്കേതികമായ ഒരു വശം കൂടി പറയാം. ഞാൻ ചെയ്യുന്നതാണ് പരീക്ഷിച്ചു നോക്കുക. നിങ്ങളെയൊക്കെ എഴുത്തുകാരാക്കി മാറ്റി അടങ്ങുമെന്നുള്ളൊരു വാശിപ്പുറത്താണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് കൂടി കരുതുക.
ഞാൻ ചെയ്യുന്നത് മൊബൈലുണ്ട് കയ്യിൽ. മൊബൈൽ ഫോണിൽ ഏതൊക്കെ പിന്നെ നമ്പറിൽ താഴെ ഞാനിങ്ങനെ ഓരോന്ന് കുറിച്ചിടും. അത് എൻ്റെ ഇതിലേക്ക്, എൻ്റെ നമ്പറിലേക്ക് പറഞ്ഞു. പിന്നീട് അത് പ്രസിദ്ധീകരിക്കാൻ കൊള്ളാവുന്ന തരത്തിൽ വികസിക്കുമ്പോൾ ഞാനത് ഫേസ്ബുക്കിലാണ് പ്രധാനമായും ഇപ്പോൾ ഇടപാട്. ഫേസ്ബുക്കിലിടും, കുറെ പേര് വായിക്കും. ഒരു സൗകര്യം ലഭിച്ചത്, ഞാൻ ഒരു അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടന്നപ്പോൾ രാത്രി അതിന്റെ ഒരു പാർശ്വഫലം, ഈ ചികിത്സയുടെ ഒരു പാർശ്വഫലമായിട്ട് ഇത് രാത്രി ഉറക്കമില്ല. അപ്പൊ സമയം ഇങ്ങനെ തള്ളി നീക്കണം. അപ്പൊ എന്റെ തോന്നലുകളൊക്കെ ഞാൻ ഇങ്ങനെ കുറിപ്പുകളാക്കി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. കുറെ പേര് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ ആവലാതികള്, എന്റെ വേവലാതികൾ, എന്റെ ഒരു ഹലൂസിനേഷൻ, അങ്ങനെയും പറയാൻ, ഉത്രാത്മകതകൾ, ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഷഹനാസിന്റെ കാര്യം പറഞ്ഞപ്പോ, ഷഹനാസിന്റെ കുറിപ്പുകൾ ഞാൻ അധികവും വായിച്ചത് ഫേസ്ബുക്ക് വഴിയാണ്. അവരുടെ വിഷമതകള്, അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്താണെന്ന് ഞാൻ വിശദമാക്കുന്നത്. അതൊക്കെ ഞാൻ വായിച്ചത് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പുകൾ വഴിയാണ്. അപ്പൊ നിങ്ങൾ ഒരു ജീവിതത്തെ കുറിച്ച് അറിയുന്നു, നിങ്ങളുടെ മനസ്സ് അപ്പോൾ കുറെ കൂടി ആർദ്രമാകുന്നു, ആ വ്യക്തിയോട് അല്പം താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നു. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളുടെ ഒരു ഗുണമാണ്. ഞാൻ അവരെ അധികം അവരോട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അവരറിയാതെ എനിക്കറിയാം. അതൊക്കെ ഈ ആത്മാവിഷ്കാരം എളുപ്പത്തിൽ നടത്തിയതുകൊണ്ടും സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു തന്നതുകൊണ്ടുമാണ്. മറ്റതിന്റെ നിർഗുണ വശങ്ങളെ കുറിച്ച് ഞാനിവിടെ അധികം പറയുന്നില്ല. അത് കുറെ കൂടി നിങ്ങൾ ആ ഒരു മേഖലയിൽ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും സർഗശേഷിക്ക് യാതൊരു കോട്ടവും തട്ടില്ല എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപരിക്കുന്ന എഴുത്തുകാരെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ നേരത്തെ ഇതിന്റെ ഉദാഹരണം പറഞ്ഞു, രാജശ്രീയുടെ ഉദാഹരണം പറഞ്ഞു. അപ്പൊ സർഗശേഷി എന്ന് പറയുന്നത് നിങ്ങളിൽ ജന്മനാ ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായി മനനം ചെയ്ത് തപസ്സനുഷ്ഠിച്ച്, വാക്കുകൾക്ക് വേണ്ടി തപസ്സനുഷ്ഠിക്കുക എന്നൊക്കെ പറയും നമ്മൾ, അങ്ങനെ നേടിയെടുത്തിട്ടുള്ള കഴിവാണ് ഈ സർഗശേഷി എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായും അതിന് കോട്ടം തട്ടുന്നില്ല. നിങ്ങളുടെ ആ സർഗ പ്രയാണത്തിൽ സമൂഹ മാധ്യമങ്ങളെ കൂടെ കൂട്ടുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പറയുകയാണ്. കുറെ പേർ ഇവിടെ സംസാരിക്കാറുണ്ട്. കുറെ കൂടി ആശയങ്ങൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭ്യമാകും. ഞാൻ കൂടി കാതോർത്ത് നിൽക്കുകയാണ്. നന്ദി, നമസ്കാരം.